നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. ജീവിതം തന്നെ ദർശനം. മഹാത്മാഗാന്ധിയുടെ 146ാം ജന്മദിനം വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു. മദ്യാസക്തി മൂലം രോഗികളായവരെ സംരക്ഷിക്കണം. താലൂക്ക് അടിസ്ഥാനത്തിൽ മദ്യവിമോചന ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് കുട്ടനാട് കൾച്ചറൽ ഫോറം ചെയർമാൻ നൈനാൻ തോമസ്. ഉദ്യോഗസ്ഥർ ഇച്ഛിച്ചതും അവധി, ഗവൺമെന്റ് കൽപ്പിച്ചതും അവധി. പിന്നെ എന്ത് ഗാന്ധി ജയന്തി, എന്ത് ശുചീകരണം? വാർത്തകൾ വിശദമായി. ശുചിത്വ സന്ദേശം പകർന്ന് നാടെങ്ങും ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ 146ാം ജന്മദിനാഘോഷങ്ങൾ വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായി നടന്നു. ശുചിത്വ ക്യാമ്പയിനുകൾക്കും ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി. ആലപ്പുഴ കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന ദിനാഘോഷങ്ങൾ KC വേണുഗോപാൽ MP നിർവഹിച്ചു. ഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ഹാരാർപ്പണം, ഫോട്ടോ പ്രദർശനം എന്നിവയും വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ജില്ലാ കളക്ടർ N. പത്മകുമാർ, കല്ലേലി രാഘവൻപിള്ള, ദേവദത്ത് G. പുറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട്ടിലെ എല്ലാ താലൂക്കുകളിലും മദ്യവിമോചന ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് കുട്ടനാട് കൾച്ചറൽ ഫോറം ചെയർമാൻ നൈനാൻ തോമസ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ബാറുകൾ അടച്ചുപൂട്ടിയതുകൊണ്ട് മാത്രം മദ്യനിരോധനമെന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. കേരളത്തിലെ മുഴുവൻ ലിക്കർ ഷോപ്പുകളും അടച്ചുപൂട്ടണമെന്നും നൈനാൻ തോമസ് ആവശ്യപ്പെട്ടു. പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളിൽ ഭൂരിപക്ഷവും മദ്യപിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. അതിനായി കേരളത്തിലെ എല്ലാ വിദേശ മദ്യ സ്രോതസ്സുകളും അടച്ചുപൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുട്ടനാട് കൾച്ചറൽ ഫോറം രാമങ്കരി ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നൈനാൻ തോമസ്. ഇന്ന് നമ്മുടെ നാട്ടിലാകെ മദ്യം എന്ന വിപത്ത് പടർന്നു പിടിച്ചിരിക്കുകയാണ്. മദ്യം കടന്നു ചെല്ലാത്ത വ്യക്തികൾ തന്നെ വളരെ വിരളമാണ് എന്ന് നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ മദ്യത്തിന്റെ ആസക്തിയിൽ അകപ്പെട്ടുകൊണ്ട് മദ്യത്തിന് അടിമയായി മരണത്തോട് മല്ലിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതായി നമുക്കറിയുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്താണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ വിസ്തൃതി ചെറുതാണെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചെറിയ കേരള സംസ്ഥാനത്തിലാണ്. എത്രയോ ചെറുപ്പക്കാർ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോലും മാർഗമില്ലാതെ രോഗബാധിതരായി സമൂഹത്തിൽ ഒറ്റപ്പെട്ട കിടക്കയിൽ കിടക്കേണ്ടുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? മദ്യം എന്ന മഹാവിപത്ത്. ഫോറം പ്രസിഡന്റ് ബിനു കുര്യാക്കോസ് അധ്യക്ഷനായി. ജനറൽ കൺവീനർ ഔസേപ്പച്ചൻ ചെറുകാട് വിഷയാവതരണം നടത്തി. ഡോക്ടർ PC അനിയൻ കുഞ്ഞ്, PR സതീശൻ, അഡ്വക്കേറ്റ് ജോജി ചിറയിൽ, ക്യാപ്റ്റൻ ജോർജ് മാതപ്പള്ളി, ജോണിച്ചൻ മണലിൽ, ജിമ്മിച്ചൻ നടിച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 146ാം ജന്മദിനം രാജ്യവ്യാപകമായി ആഘോഷിച്ചു. എല്ലാ രംഗങ്ങളിലും ശുചിത്വം പാലിക്കണമെന്ന ഗാന്ധിയൻ ആദർശം ഒരു ദിവസത്തേക്കെങ്കിലും ജനങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുത്തു. എന്നാൽ കുട്ടനാട്ടിലെ ചില സർക്കാർ ഓഫീസുകൾ ഇതൊന്നും അറിഞ്ഞ ഭാവം കാണിച്ചില്ല. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കൃഷിഭവന്റെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പരിസരം കണ്ടാൽ ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായെന്നേ തോന്നുന്നു. പരിസരത്താകെ വളർന്നു നിൽക്കുന്ന പൊന്തക്കാടും കുറ്റിച്ചെടികളും കണ്ട് ആദ്യം വിചാരിച്ചത് കൃഷിഭവനും ആയുർവേദ ആശുപത്രിയും ഒക്കെ ചേർന്ന് നട്ടുവളർത്തുന്ന ഔഷധ സസ്യങ്ങളാണെന്നാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ വാദം വന്നാൽ അരച്ചു പുരട്ടാനും അകത്തേക്ക് കഴിക്കുവാനുമൊക്കെയുള്ള കുറുന്തോട്ടി അടക്കമുള്ള ഔഷധ സസ്യങ്ങളാകും അവ. എന്നാൽ കുറുന്തോട്ടിക്കും വാദം വരുന്ന ഇക്കാലത്ത് ഇവിടം കാട് കയറിയത് വെട്ടിത്തെളിക്കാൻ ആളില്ലാഞ്ഞിട്ടാണത്രേ. ഈ ഗാന്ധി ജയന്തി ദിനത്തിലെങ്കിലും നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ പരിസരം ഒന്ന് ശുചിയാക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഗാന്ധിജി വരെ ശൗചാലയം കഴുകിയിട്ടുണ്ടെന്നാണ് ഖദറിട്ട കോൺഗ്രസുകാർ പറയുന്നതും. ഗ്രാമങ്ങളിലൂടെ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്താൻ ശ്രമിക്കുന്ന സർക്കാർ ഏമാന്മാർക്ക് ഇതൊന്നും അറിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടു തന്നെ പുല്ല് പറപ്പിക്കണമെന്ന് നിങ്ങൾക്കെന്താ വാശി? അത് പഞ്ചായത്തിന്റെ ജോലിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം.
എന്തായാലും ആരാന്റെ തോട്ടത്തിലെ പുല്ല് കണ്ട് പശുവിനെ വാങ്ങരുതെന്നല്ലേ ഉള്ളൂ ചൊല്ല്. ചമ്പക്കുളം കൃഷിഭവനും ആയുർവേദ ആശുപത്രിയും ഹോമിയോക്കാരും ഒക്കെ കൂടി പശുവിനെ വളർത്തിയാൽ വില കൊടുത്ത് തീറ്റപ്പുല്ല് വാങ്ങേണ്ടി വരില്ല. തന്നെയുമല്ല, കൃഷിഭവന് ജൈവവളം നിർമ്മിക്കുന്നതിനാവശ്യമായ ചാണകവും കിട്ടും. അതുമാത്രമോ, ഔഷധ സേവയ്ക്ക് മുമ്പോ പിൻപോ കുടിക്കേണ്ട ശുദ്ധമായ പശുവിൻ പാല് ആയുർവേദ ആശുപത്രിക്കും ഹോമിയോ ആശുപത്രിക്കും വിതരണം ചെയ്യുകയും ചെയ്യാം. ഉദ്യോഗസ്ഥർ ഇച്ഛിച്ചതും അവധി, സർക്കാർ കൽപ്പിച്ചതും അവധി. പിന്നെന്ത് ഗാന്ധി ജയന്തി, എന്തു ശുചീകരണം? മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കൃഷിഭവനും ആരോഗ്യ കേന്ദ്രങ്ങളും ഇതൊന്നും അറിഞ്ഞ മട്ടയില്ല. കാട് കയറി കിടക്കുന്ന കൃഷിഭവൻ പരിസരത്ത് നിന്നും ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. വികസിത കാവാലം എന്ന മുദ്രാവാക്യവുമായി കാവാലം PZ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സമരകാഹളം സംഘടിപ്പിച്ചു. കാവാലം തട്ടാശ്ശേരി പാലം യാഥാർത്ഥ്യമാക്കുക, തരിശുനില പുനരുദ്ധാരണം, കുടിവെള്ളം, മാലിന്യമുക്തമായ ജലാശയം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രവർത്തകർ, ബഹുജനങ്ങൾ എന്നിവരെയെല്ലാം ഏകോപിപ്പിച്ച് കാവാല ഗ്രാമത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന PZ ഫൗണ്ടേഷൻ അതിന്റെ ഭാരവാഹികളും വളരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ പറഞ്ഞു. PZ ഫൗണ്ടേഷന്റെ വികസിത കാവാലത്തിനായുള്ള സമരകാഹളം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബേബി പാറക്കാടൻ. കാവാലത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് ലക്ഷ്യമാക്കി, കാവാലത്തിന്റെ സമഗ്രമായ വികസനത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. ഏത് നാടിന്റെ വികസനത്തിനും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ആ നാട്ടിൽ പാലങ്ങൾ ഉണ്ടാകണം, ആ നാട്ടിൽ റോഡുകൾ ഉണ്ടാകണം, അവിടെ ആശുപത്രികൾ ഉണ്ടാകണം, പൊതുജനങ്ങൾക്ക് സഹായകരമായ മറ്റ് ഓഫീസുകൾ ഉണ്ടാകണം, അതുപോലെ സ്വൈര്യമായി ജീവിക്കുന്നതിനുള്ള അവസ്ഥകൾ ഉണ്ടാകണം, അവർക്ക് ശുദ്ധമായ ജലം കുടിക്കുവാൻ കിട്ടണം, അവർക്ക് നല്ല ആതുര സേവന രംഗത്ത് മതിയായ സേവനം ലഭിക്കണം, വിദ്യാഭ്യാസ രംഗത്ത് മതിയായ സേവനം ലഭിക്കണം. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഒരു ഗ്രാമത്തിന് വളരുവാനും ഉയരുവാനും ഗ്രാമനിവാസികൾക്ക് നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാനും സാധിക്കുകയുള്ളൂ. പക്ഷേ കാവാലത്തെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ പരിമിതമാണ്. പാലങ്ങൾ ഉണ്ടാകുന്നില്ല, നല്ല റോഡുകൾ ഉണ്ടാകുന്നില്ല. KSRTCയുടെ റിട്ടയർമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വൈകുന്നേരം വന്ന് ക്യാമ്പ് ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെയുള്ള കെട്ടിടം തീർന്നു നിൽക്കുന്നു. പക്ഷേ ആ കെട്ടിടം തുറന്നു കൊടുത്തിട്ടില്ല. ഈ PZ ജോസഫ് ഫൗണ്ടേഷൻ ഈ രംഗത്തേക്ക് നടത്തിയിരിക്കുന്ന കാൽവെപ്പ് ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഇത് അഡ്വക്കേറ്റ് റോജോ ജോസഫ് അധ്യക്ഷനായി. ജനകീയ ബാനറിന്റെ ഉദ്ഘാടനം കാവാലം പഞ്ചായത്ത് പ്രസിഡന്റ് MJ ഓമനക്കുട്ടൻ നിർവഹിച്ചു. G ഹരികൃഷ്ണൻ, സോമനാഥക്കുറുപ്പ്, സുനിൽകുമാർ, ശോഭന ഉദയകുമാർ, MJ തോമസ്, ജോഷി ആഫീസിൽ തുടങ്ങിയവർ സംസാരിച്ചു. കാവാലം തട്ടാശ്ശേരി പാലം കാവാലത്തെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ്. ഒരു നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാന ഘടകം ഗതാഗത സൗകര്യമാണ്. അതിനായി ജനകീയ കൂട്ടായ്മയും കാവാലം പഞ്ചായത്തിലെ 30ഓളം സംഘടനകളുടെ സഹകരണവും ആവശ്യമാണ്. അതിലേക്കായാണ് വികസിത കാവാലത്തിനായി സമരകാഹളം സംഘടിപ്പിച്ചതെന്നും ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റോജോ ജോസഫ് പറഞ്ഞു. തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. അധ്യാപക രക്ഷകർത്താ സമിതിയുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് സ്കൂളും പരിസരവും വൃത്തിയാക്കിയത്. PTA പ്രസിഡന്റ് PN രാജിക്കുട്ടി, സുഭദ്ര രവി, സുധാ S, ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗാന്ധി ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സെന്റ് ജോസഫ്സിലെയും ലിറ്റിൽ ഫ്ലവറിലെയും NCC, സ്കൗട്ട്, ബാൻഡ്, റെഡ് ക്രോസ് എന്നിവയുടെ നേതൃത്വത്തിൽ വിളംബര റാലിയും സംഘടിപ്പിച്ചു. തുടർന്ന് സർവമത പ്രാർത്ഥനയും ദണ്ഡി മാർച്ചിന്റെ പുനരാവിഷ്കരണവും നടന്നു. പ്രധാനാധ്യാപകൻ ജോർജ് കുട്ടി ആന്റണി, ജെസി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. എടത്വ സെന്റ് അലോഷ്യസ്, സെന്റ് മേരീസ്, ജോർജിയൻ പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലും ഗാന്ധി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
പുളുങ്ങുന്ന കെ ഇ കാർമൽ സ്കൂളിൽ നടന്ന പരിപാടി പുളുങ്ങുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ടോമി ജോസ് ഉദ്ഘാടനം ചെയ്തു. ഈ ആഴ്ച ഒക്ടോബർ 2 മുതൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ ശുചിത്വ വാര ആഘോഷമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ ഗാന്ധിജിയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അഹിംസയിലൂടെയും ത്യാഗത്തിലൂടെയും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവിനെ ഈ വേളയിൽ അനുസ്മരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സത്യസന്ധതയിലൂടെയും അഹിംസയിലൂടെയും അഴിമതി രഹിതമായ ഒരു ഭാരതം സ്വപ്നം കണ്ട പ്രിൻസിപ്പൽ തോമസ് ചേന്നാട്ടുശ്ശേരി അധ്യക്ഷനായി. ജെസി ചെറിയാൻ, ASI ശശികുമാർ, സാം ലിജിമോൻ, കൃഷ്ണരാജ് തുടങ്ങിയവർ സംസാരിച്ചു. എഡ്യൂക്കേഷൻ ലോണീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വായ്പാ ഗുണഭോക്താക്കളുടെ കുട്ടനാട് താലൂക്ക് തല സംഗമം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കും. കുട്ടനാട് താലൂക്ക് ഓഫീസിന് സമീപം നടക്കുന്ന സംഗമം സംസ്ഥാന പ്രസിഡന്റ് പോളി തോമസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് പാപ്പച്ചൻ കരുമാടി അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ശുചീകരണ മാസാചരണത്തിന് തുടക്കമായി. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെയാണ് ദേശീയ ശുചിത്വ മിഷൻ സംസ്ഥാന ശുചിത്വ മാസമായി ആചരിക്കുക. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ സെമിനാറുകൾ, സെറ്റിൽമെന്റ് കോളനികളടക്കം വിവിധ കോളനികളിൽ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതായി BDO KK ഉദയപ്പൻ പറഞ്ഞു. ഈ ഒരു മാസക്കാലത്തേക്ക് വിവിധ തരത്തിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിവിധ സെമിനാറുകൾ, അതുപോലെ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലെയും ശുചീകരണം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പട്ടികജാതി കോളനികൾ കേന്ദ്രീകരിച്ച് വിവരശേഖരണവും, അതുപോലെ ജോബ് കാർഡ് ലഭിക്കാത്തവർക്ക് ജോബ് കാർഡ് നൽകൽ, ഈ കോളനികൾ കേന്ദ്രീകരിച്ച് പ്രവൃത്തികൾ ആരംഭിക്കൽ തുടങ്ങി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു മാസത്തേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജോർജ് മാത്യു പഞ്ഞിമരം, S മായാദേവി, N ഹേമ, പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു.
തലവടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസും പരിസരവും വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടന്ന പരിപാടി തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു വലിയവിടൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ആഹ്വാനമനുസരിച്ച് ഇന്ന് തലവടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്യോഗസ്ഥന്മാരടക്കം മെയ്റ്റ് അടക്കമുള്ള ഒരു സംഘം ആളുകളുടെ പ്രവർത്തനമാണ് ഇന്ന് ഈ പഞ്ചായത്തും പരിസരവും അതിൻ്റെ സമീപ പ്രദേശങ്ങളും വൃത്തിയാക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെ അഭിനന്ദിക്കുന്നു. പ്രസിഡന്റ് സുഷമ സുധാകരൻ അധ്യക്ഷയായി. സെക്രട്ടറി BB ബോബൻ, ജോജി ജെ വൈലപ്പള്ളി, MN പ്രതാപൻ, ജോജി എബ്രഹാം, ബൃന്ദ ഈശ്വരപിള്ള, LC പ്രകാശ്, T ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കാവാലം സൂര്യ ക്ലബിന്റെ നേതൃത്വത്തിൽ കാവാലം ബസ് സ്റ്റാൻഡും പരിസരങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തു. G ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ 30ഓളം വരുന്ന ക്ലബ് അംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മാമ്പഴക്കരി സിസ്റ്റർ ഹാച്ചൂൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തന ഉദ്ഘാടനം AK ഷംസുദ്ദീൻ നിർവഹിച്ചു. നമ്മുടെ നരേന്ദ്രമോദി ഇന്ന് ശുചിത്വ പരിപാടി ശുചിത്വ ഭാരതം എന്നുള്ള ആ ഒരു കർമ്മത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും അതോടൊപ്പം തന്നെ പട്ടണങ്ങളിലുമെല്ലാം ഇന്ന് ശുചീകരണ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ ശുചീകരണ 2020 നമ്മുടെ ഭാരതം ശുചിത്വ ഭാരതമായി പ്രഖ്യാപിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ മാമ്പഴക്കരി ഹാസു ഫൗണ്ടേഷന്റെ തയ്യൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ചീഫ് കോർഡിനേറ്ററായിട്ട് ജിജിയും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഈ കർമ്മ പദ്ധതി, പ്രത്യേകിച്ച് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് നമ്മുടെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കാനായി ജിനി ജോൺസൺ, കൃഷ്ണകുമാരി ടീച്ചർ, KA ബാബു, കുഞ്ഞുമോൾ കുര്യൻ എന്നിവർ സംസാരിച്ചു. കാവാലം നന്മ ജീവകാരുണ്യ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കാവാലം PHCയും പരിസരവും വൃത്തിയാക്കി. കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MJ ഓമനക്കുട്ടൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. RMO ഡോക്ടർ ലിജിമോൾ, ട്രസ്റ്റ് പ്രസിഡന്റ് ബെന്നി, സെക്രട്ടറി വാമനൻ നടരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാവാലം ഹരിശ്രീ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാടുപിടിച്ചതും ഇരുളടഞ്ഞതുമായ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായ കാവാലം പഞ്ചായത്ത് 5ാം വാർഡിലെ കോണാർപാക്ക് മുതൽ പൂണിത്തുരുത്തു വരെയുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച് കാട് വെട്ടിത്തെളിച്ച സഞ്ചാരയോഗ്യമായ പാതയൊരുക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം കാവാലം പഞ്ചായത്ത് പ്രസിഡന്റ് MJ ഓമനക്കുട്ടൻ നിർവഹിച്ചു. ഏറ്റവും വിപുലകരമായി ഏറ്റവും മഹത്തരമാകുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ മാസം 2. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനമാണ്. 145 വർഷം, നാളത്തേക്കാകുമ്പോൾ 146ാമത്തേക്ക് കടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. 145 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഈ ദിനത്തിൽ ഹരിശ്രീ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു പ്രവൃത്തിയാണ്. അത് ഈ കോണർപതിലെ സംബന്ധിച്ച് ഇപ്പം ഈ പാടശേഖരം കടന്ന് അങ്ങ് ബണ്ടൽ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ അത് ശ്രദ്ധിക്കണം. കാവാലം ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടല്ല, അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. ബന്ധപ്പെട്ട MLAയോ ജില്ലാ പഞ്ചായത്തോ MPയോ ഈ പറയപ്പെടുന്ന പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം വളരെ ഗൗരവത്തോടെ കാണണം. വളരെ വേദനയോട് തന്നെ ബന്ധപ്പെട്ട അധികാരികളോട് പറയുകയാണ്. ഈ പറയപ്പെടുന്ന അതിന് ഏത് തരത്തിലുള്ള സഹായങ്ങൾ വേണം. ഇപ്പം അവിടെ ഇവരെ കാണുന്നതിനോ അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന MP MLA അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒക്കെ കാണുന്നതിന് എന്റെ പൂർണ്ണ സഹായം നിങ്ങൾക്കുണ്ടാവും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ഉദയകുമാർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീകല അജിത് കുമാർ, ആന്റണി അഗസ്റ്റിൻ, N വിശ്വപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുവ ഓട്ടോറിക്ഷ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ എടത്തുവായിലും പരിസരങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ ജീവിത ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾക്ക് ബലം നൽകിയതെന്ന് നമുക്ക് അതിനകത്ത് കാണാം. അതുപോലെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, കൂടുതൽ പറയുന്നില്ല, അദ്ദേഹം അവസാനം പറയുന്നുണ്ട് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പലയിടത്തും ശുചിത്വബോധത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ശുചിത്വ ഭാരത പദ്ധതിയുടെ ഭാഗമായി BJPയുടെ നേതൃത്വത്തിൽ പുളിങ്ങുന്ന താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ശുചിത്വ ഭാരതമാക്കി മാറ്റുന്നതിന് വേണ്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ്
ഇന്ന് ഈ ലോകം മുഴുവൻ, ഭാരതം മുഴുവൻ ഇതേപോലുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 62 കോടി രൂപ ശുചീകരണ പ്രവർത്തനത്തിനായി കേന്ദ്ര സർക്കാരിന് അനുവദിച്ചിരിക്കുക. നമ്മുടെ ഭാരതത്തിലെ ഓരോ പൌരനും ശുചിത്വം തന്റെ ജീവിതവ്രതമാക്കി മാറ്റണം, ആഴ്ചയിൽ 2 പ്രാവശ്യം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടണം, വർഷത്തിൽ 100 ദിവസമെങ്കിലും ഈ പദ്ധതിയുടെ പ്രവർത്തനവുമായി ഇറങ്ങിത്തിരിക്കണമെന്നുള്ളതാണ് ഇതിന്റെ മുദ്രാവാക്യം. ഈ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ അവരുടെ കഴിവനുസരിച്ച് മറ്റു പലരെയും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഭാരതം പൂർണ്ണമായും ശുചിത്വ ഭാരതമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ പ്രകാശൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP മണ്ഡലം സെക്രട്ടറി AN ഹരിദാസ്, NK സന്തോഷ്, മോഹനചന്ദ്രൻ, ആശുപത്രി ജീവനക്കാരായ വിജയകുമാർ, റീതാമ തുടങ്ങിയവർ പങ്കെടുത്തു. BJP കാവാലം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കൻ വെളിയനാട് റോഡിന്റെ ഇരുവശങ്ങളിലെയും പൊന്തക്കാട് വെട്ടിത്തെളിച്ചു. റോഡിലേക്ക് ചാഞ്ഞുകിടന്ന മരച്ചിലകൾ വെട്ടിയൊതുക്കി KSRTC ബസിന് സുഗമമായി കടന്നുപോകുവാൻ വഴിയൊരുക്കുകയും ചെയ്തു. ബിജു സെബാസ്റ്റ്യൻ, മധു നാലുപറയിൽ, രജീഷ് കൊമർത്തുശ്ശേരി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. എടത്തുവ ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ 10ഓളം പേർക്ക് ആജീവനാന്ത പെൻഷൻ ഏർപ്പെടുത്തി. പെൻഷൻ വിതരണോദ്ഘാടനം എടത്തുവ SI ബാലചന്ദ്രൻ നായർ നിർവഹിച്ചു. എടത്തുവ പോലീസ് സ്റ്റേഷനിലാണ് പെൻഷൻ വിതരണം നടന്നത്. സെന്റ് അലോഷ്യസ് സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് K നെല്ലുവേലി, ബിനു K ആന്റണി, സുനിൽകുമാർ, ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ നേതൃത്വത്തിൽ വിജയദശമി മഹോത്സവം സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം പഥസഞ്ചലനത്തോടുകൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഹലോ കൈതത്തോട്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വിവേകാനന്ദപുരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ റിട്ടയർഡ് പ്രൊഫസർ N ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി. PR രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ വിജയദശമിയുടെ സന്ദേശമാണ് സംഘത്തിന്റെ ശാരീരികയിലുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മടി എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ, അവന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പൂജനീയ ഡോക്ടർ ജി പറഞ്ഞു, ഹിന്ദുക്കളിലെ ഏറ്റവും പ്രധാന ഗുണം മടിയാണ്. ആരെങ്കിലും ആഹാരം എടുത്തിട്ട് വായിലേക്ക് ഇങ്ങനെ വെച്ചാൽ അത് അങ്ങോട്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഹിന്ദു ഉണരണമെങ്കിൽ ഇവന്റെ തമോ ഗുണം മാറി രജോ ഗുണം വരണം. ആ രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ശാരീരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കുവാൻ വേണ്ടി വൈദേശികർ വന്നത് ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് കണ്ടുകൊണ്ടായിരുന്നു. വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കായികക്ഷമതാ പ്രദർശനങ്ങളും നടന്നു. കുട്ടനാട് താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മഹാനവമി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. നെടുമുടി വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ മഹാനവമി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വനിതാ യൂണിയൻ പ്രസിഡന്റ് പ്രസന്ന മോഹൻ അധ്യക്ഷയായി. പ്രമുഖ ഭാഗവതാചാര്യൻ ചേർത്തല ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. തമോഗുണം, നാണം, ഒതുക്കം, ഉച്ചത്തിൽ ശബ്ദിക്കാതിരിക്കുക, മാനം മറച്ചു വയ്ക്കുക, നടക്കുമ്പോൾ ശബ്ദം കേൾപ്പിക്കാതിരിക്കുക സ്ത്രീയുടെ ചുമതലയാണ്. ഇവിടെ 90 വയസ്സായാലും പാദസരവിട്ട എന്താ ഉദ്ദേശം? വിചാരം ഇതുമതിയായ പെൺകുട്ടി അരമുതൽ താഴോട്ട് ശ്വാസമെടുക്കാൻ അർത്ഥം അവളുടെ ആ ബാധയോഗ്യാവുന്നുള്ള ഉറപ്പ് അഹങ്കാരമാണ്. പറഞ്ഞിട്ടില്ല, വിലതൂക്കുന്ന കാൽവഴിയിൽ വെള്ളിനൂല് പോലെ കഴിഞ്ഞാൽ അരമുതൽ താഴോട്ട് സ്വർണം തോടിയിട്ടുണ്ട്. ചെയ്യുമോ? അമ്മയ്ക്കറിയാം. 2 പേരെ ഇട്ട് കൊടുത്തിരിക്കുക, 45,000 കളിക്കുന്നു. കാലേലെ അഹങ്കാരം. ശ്രീദേവി രാജു, V ഉണ്ണികൃഷ്ണൻ, ലളിതാഭായി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് സമാപനമായി. ഇതോടനുബന്ധിച്ച് അവഭൃത സ്നാന ഘോഷയാത്രയും നടന്നു. മങ്കൊമ്പ് മുത്തൂറ്റുവാക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച അവഭൃത സ്നാന ഘോഷയാത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. പഞ്ചവാദ്യം, നാരായണമന്ത്രം, സ്തുതിഗീതങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
മഹാനവമിയോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ ശ്രീ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഗ്രന്ഥപൂജ, ഭാഗവത പാരായണം എന്നിവയും നടന്നു. നവരാത്രി മഹോത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. മങ്കൊമ്പ് വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിദ്യാഗോപാല പൂജയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചരമവാർത്തകൾ. വെളിയനാട് കൈതപ്പറമ്പിൽ ദേവസ്യ ജോസഫ് 84 വയസ്സ് നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച 10 വെളിയനാട് സെന്റ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവിതം തന്നെ ദർശനം. മഹാത്മാഗാന്ധിയുടെ 146-ാം ജന്മദിനം വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു. മദ്യാസക്തി മൂലം രോഗികളായവരെ സംരക്ഷിക്കണം. താലൂക്ക് അടിസ്ഥാനത്തിൽ മദ്യവിമോചന ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് കുട്ടനാട് കൾച്ചറൽ ഫോറം ചെയർമാൻ നൈനാൻ തോമസ്. ഉദ്യോഗസ്ഥർ ഇച്ഛിച്ചതും അവധി, ഗവൺമെന്റ് കൽപ്പിച്ചതും അവധി. പിന്നെന്ത് ഗാന്ധി ജയന്തി, എന്ത് ശുചീകരണം? വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.